ജെയിംസ് സാറ് ഒരു 38 വർഷം മാത്രമേ ഈ ഭൂമി ജീവിച്ചിരുന്നെങ്കിലുള്ളൂ എങ്കിലും 2 ആയുസ്സിൻ്റെ നന്മ ഈ ലോകത്തിന് നൽകിയിട്ടാണ് പോയത്. ജെയിംസ് സാറ് സേക്രഡ് ഹാർട്ട് കോളേജ് തേവരയിൽ കോമേഴ്സ് അധ്യാപകനായിരുന്നു. ടീച്ചേഴ്സിൻ്റെയും പ്രിൻസിപ്പളിൻ്റെയും കുട്ടികളുടെയെല്ലാം പ്രിയങ്കരനായിരുന്നു. കോതമംഗലം രൂപതയിലും പ്രിയങ്കരനായിരുന്നു. അദ്ദേഹം കോതമംഗലം രൂപതയിലെ പാസ്റ്റർ കൗൺസിൽ മെമ്പറായിരുന്നു. അതുപോലെ തന്നെ പാർക്ക് അസംബ്ലിയിലെ ചർച്ചകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുകയും ഒരു കരട് രൂപം തയ്യാറാക്കിയ മുഖ്യ വ്യക്തി ജെയിംസ് സാറായിരുന്നു. അതിന് പുറമെ JB കോശി കമ്മീഷന് മുമ്പാകെ രൂപതയുടെ ആവശ്യങ്ങൾ മുഴുവൻ വയ്ക്കാനുള്ള ഡ്രാഫ്റ്റ് മുഴുവൻ തയ്യാറാക്കിയ ജെയിംസ് സാറാണ്. അങ്ങനെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് യുവാക്കളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് രൂപതയിൽ എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാ പ്രതിസന്ധികളുടെ മധ്യേ ജെയിംസ് സാർ കൂടെ നിന്നിരുന്നു എന്നുള്ളതാണ്. രൂപത അധ്യക്ഷന്മാർ ജോർജ് മർത്തിക്കണം പിതാവിനും രൂപത കുടുംബത്തിലെ എല്ലാ വൈദികരും എല്ലാ വിശ്വാസികളും ഈ അകാല വിയോഗത്തിൽ ദുഃഖിതരാണ്. ഞങ്ങൾ അതിൻ്റെതായ ഷോക്കിലാണ്. സാറിന് ദൈവത്തിൻ്റെ കാരുണ്യം, അവിടുത്തെ ദയ ഉണ്ടാവുകയും അവിടുത്തെ വലതുഭാഗത്ത് നിധിശാന്തി കിട്ടുകയും ചെയ്യട്ടെ, വിശുദ്ധോട് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്മ ചെയ്ത് കടന്നുപോയൊരു വ്യക്തിയാണ് ജെയിംസ് സാർ. തനിക്കാവുന്ന എല്ലാ നന്മകളും ഒത്തിരി പാവപ്പെട്ട വിദ്യാർത്ഥികൾ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. യുവാക്കൾക്കും ഇളം തലമുറയിൽപ്പെട്ട കുട്ടികൾക്കും ദിശാബോധം കൊടുത്തുകൊണ്ട് അവരെ ആത്മീയ പാതയിലും സഭ ആത്മീയ ജീവിതത്തിലും അദ്ദേഹം നയിച്ചുകൊണ്ട് അതേ ഇടവകളിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അങ്ങനെ എണ്ണി പറഞ്ഞ ധാരാളം നന്മ ചെയ്ത് കടന്നുപോയ ഒരു പുണ്യപ്പെട്ട ജീവിതമാണ് ജെയിംസ് സാറിൻ്റെത്. അത് നന്ദിപൂർവ്വം അനുസ്മരിക്കുകയും ദൈവത്തിൻ്റെ പക്കൽ ഈ നന്മകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ കരുണ കാണിക്കുന്നു പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ കോതമംഗലം രൂപതയിലെ എല്ലാ അംഗങ്ങളും, അഭിനന്ദ പിതാവിനോടൊപ്പം എല്ലാ വൈദികരും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ നാഗപ്പുഴ ഇടവകയിൽ ഏറ്റവും മാതൃകാപരമാണ്. ഇവിടെ ഇടവകയിലത്, കോളേജിലത്, മിഷൻ ലീഗ് KCV സംഘടനകളിലത്, അവിടെയെല്ലാം അദ്ദേഹത്തിന് വേറിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. ക്രിസ്തുവിൻ്റെ യുവാക്കൾക്ക് ചെയ്യാനുള്ള കർമ്മപരിപാടി അദ്ദേഹമുണ്ട്. അങ്ങനെ ഒത്തിരി കർമ്മപരിപാടികൾ ഇട്ടുകൊണ്ട് അതിനെല്ലാം നേതൃത്വം വഹിച്ച് കടന്നുപോയി അദ്ദേഹം തൻ്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ അതിൻ്റെ അവസാന സന്ദേശം എന്ന് പറഞ്ഞതുപോലെ അതിസമ്പന്നർ ശയിക്കുന്ന സെമിത്തേരിയിലേക്ക് അനേകം സ്വപ്നങ്ങളും അനേകം പ്ലാനുകളുമായിട്ടാണ് അദ്ദേഹം യാത്രയായിരിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് ആ പ്ലാനുകളും പദ്ധതികളെല്ലാം ദൈവത്തിൻ്റെ പക്കൽ സമർപ്പിച്ച് കോതമംഗലം രൂപതയിലും സഭയിലും മുഴുവനും അത് അനേകം കർമ്മപദ്ധതികളെ മാറത്തക്ക വിധത്തിൽ അത് ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മധ്യസ്ഥമായിട്ടുള്ള ശേഷി അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും.